ഷിഫിൻ, അബുദാബിയിലാണല്ലോ ഇപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ. ദുബായിൽ മാത്രമല്ല, അബുദാബിയിലും പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തല്ലോ. അപ്പോൾ എന്താണ് അബുദാബിയിലെ പുതിയ വിശേഷങ്ങൾ? അബുദാബിയിലെ പുതിയ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണ്. ദുബായ് പോലെയേ അല്ല അബുദാബി. ആക്ച്വലി ഐ ആം ബേസിക്കലി ഫ്രം അബുദാബി. സോ അബുദാബിയിലെ കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതൽ എനിക്ക് അറിയാൻ പറ്റും. പക്ഷേ അവിടുത്തെ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലയൻസ് നമ്മളെ കോൾ ചെയ്യുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു 1 bedroom ഇൻ ദ റേഞ്ച് ഓഫ് 1 million ആണ്. വിച്ച് യു വിൽ ഗെറ്റ് ഇൻ ദുബായ്, നോട്ട് ഇൻ അബുദാബി. അബുദാബിയിൽ ഒരു 1 bedroom മിനിമം ഇപ്പോൾ ഒരു ഓഫ് ലൈൻ പ്രൊജക്ട് നോക്കണമെന്നുണ്ടെങ്കിൽ 1.6 million, 1.5 million ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെയുള്ള ക്ലയൻസ് കൂടുതലും നമ്മൾ ദുബായിലെ വീഡിയോസ് കണ്ടിട്ട് 1 bedroom ഒരു ലെസ് ദാൻ 1 million കിട്ടും, അല്ലെങ്കിൽ ഒരു 1.5, 1.6 റേഞ്ചിൽ 2 bedroom കിട്ടും. കിട്ടായിരിക്കത്തൊന്നുമില്ല, പക്ഷേ ഓൾഡ് ബിൽഡിംഗ്സ് ആയിരിക്കും. ഡെവലപ്പർ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവാം. ഓഫ്ലൈനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ പ്രൊജക്ട് കൂടുതലധികം വരുന്നുണ്ട്. 1.6 million വരെയാണ് ഇപ്പോൾ ഒരു മിനിമം ഒരു റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് മീൻസ് വാല്യൂ കൂടി, അതനുസരിച്ചുള്ള അപ്രിസിയേഷനും കൂടി, റിട്ടേൺസും കൂടി, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി. അപ്പോൾ അവിടെ റെൻ്റൽ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻക്രിമെൻറ്റ് വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്താണ് അവിടെ ഉള്ളവർ സ്വന്തമായി ആ പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുന്നത്. പക്ഷേ പ്രോപ്പർട്ടിയുടെ കുറവും ഉണ്ട്. ദുബായിൽ അങ്ങനെയല്ല. ദുബായിൽ നമുക്ക് എല്ലായിടത്തും പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫ്രീ ഹോൾഡ് ഏരിയാസിൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണ്. അബുദാബിയിൽ അങ്ങനെയല്ല, വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി വരുന്നത്. റീം ഐലൻഡ്, യാസ് ഐലൻഡ്, സാദിയത്ത് ഐലൻഡ്, മസ്ദാർ സിറ്റി, ഖലീഫ സിറ്റി, അൾട്രാഹ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ പ്രോപ്പർട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ സപ്ലൈ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് വളരെ കൂടുതലാണ്.